പറയാം. ഏനാത്ത് ബിജു എന്ന് പറയുന്ന പത്ര റിപ്പോർട്ടർ മനോരമയിൽ ഒരു വാർത്ത കൊടുത്തു. അദ്ദേഹത്തിന്റെ വീട് കാണാൻ ഞാൻ പോയി. ദാമോദരൻ എന്നാണ് പേര്. രാവിലെ 7:30 അവിടെ ചെന്നപ്പം 70 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യൻ, നെഞ്ചും കൂട് വെട്ടിപ്പൊളിച്ചൊരു ഓപ്പറേഷൻ ചെയ്തൊരു മനുഷ്യൻ. അദ്ദേഹം കൈലി കൊടുത്തിട്ടുണ്ട്, അതിന്റെ മണ്ടയ്ക്ക് ഒരു തോർത്തെടുത്തിട്ടുണ്ട്. വിയർത്ത് കുളിച്ച് എന്നെ കാണാൻ കയറി വന്നു. ചിരിച്ചു കാണിച്ചു ഞാൻ. അദ്ദേഹം എന്നെയും ചിരിച്ചു കാണിച്ചു, തൊഴുത് കാണിച്ചു. അദ്ദേഹം അകത്തു കൊണ്ടുപോയി ഭാര്യയെ പരിചയപ്പെടുത്തിയപ്പം ഭാര്യ 430 400 ഒക്കെയാ ഷുഗർ. വീടില്ല, പൊളിഞ്ഞു കിടക്ക വീട്. അതിനകത്തേക്ക് കയറി 2 ആൺമക്കൾ. മൂത്ത മകൻ, ഞാനിത് പറയുന്ന സിനിമാ കഥയല്ല കേട്ടോ, ഇപ്പോഴും അവിടെ ജീവനോടിരിക്കുന്നവരുടെ കഥയാ. മൂത്ത മകൻ MBA വരെ പഠിപ്പിച്ചു. ഈ കർഷകൻ MBA വരെ, 28 വയസ്സ് വരെ അവൻ അലന്ന് നടന്ന് ജോലിക്ക് വേണ്ടി. കിട്ടുന്നില്ലെന്ന് കണ്ടപ്പം അവൻ ഈ ഇലക്ട്രിക് പൊഴിയടിക്കുക എന്ന് പറയും, കിഴുത്ത ഉണ്ടാക്കി എടുക്കുന്ന പണി, അതിനുവേണ്ടി പോയി ഗോവേണി എടുത്തോണ്ട് ഗോവേണി കയറി പെടലി ഇടിച്ച് മറിഞ്ഞു വീണു. അവൻ 10 വർഷമായി കട്ടിലേക്ക് കിടക്കുക. ഞാൻ അവനെ രാവിലെ 7:30 കാണുമ്പം അവൻ്റെ കട്ടിലിൻ്റെ വലതുവശത്ത് ഇങ്ങനെ മഞ്ഞ ഉണ്ടായിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചത് എന്താണ്ട് കഴിക്കാനുള്ള സാധനമാണെന്ന് വിചാരിച്ചു. ചൂടെ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, നേരത്തെ പറഞ്ഞ പോലെ ബെഡ്സോറിനകത്തൊന്ന് പൊട്ടി ഒഴിച്ച് പഴുപ്പെടുത്ത് വെച്ചേക്കുക. രണ്ടാമത്തെ മകൻ തൊട്ടടുത്തിരിപ്പുണ്ട്, തൊട്ടടുത്ത് 33 വയസ്സായി. ജനിച്ച 5-ാം ദിവസം മുതൽ സം ഇറഗുലാരിറ്റി, സാധാരണ വിദ്യ കുഞ്ഞുങ്ങൾക്കില്ലാത്ത എന്തൊക്കെയോ പ്രശ്നം. അടൂരെ ആശുപത്രി മുതൽ SUT വരെ കൊണ്ടുപോയി. അപ്പോഴാണ് മനസ്സിലായി ഹാർട്ടിന്റെ 4 വാൽവ് ഒട്ടിച്ചേർന്നിരിക്കുക. 5 ഓപ്പറേഷൻ നെഞ്ചും കൂടും പൊളിച്ച് നടത്തിയപ്പം ഹാർട്ടിന്റെ വാൽവ് 4ആയി. അപ്പോഴും അവന് പ്രശ്നം തലച്ചോറിനകത്ത്. 4 ഓപ്പറേഷൻ 1.5 വയസ്സിന് മുമ്പ് തലച്ചോറ് പൊളന്ന് നടത്തി. 9 ഓപ്പറേഷൻ 1.5 വയസ്സിന് മുമ്പ് നടത്തിയപ്പം ആ ചെറുപ്പക്കാരനെ പിന്നെ എന്തിനു കൊള്ളാം. 33 വയസ്സുണ്ട്, തൊട്ടടുത്ത കസേരയിലിരിക്കുന്നു. ഞാൻ ദാമോദരൻ ചേട്ടനോട് സാധാരണ അച്ഛന്മാർ പറയുന്ന വാചകം പറഞ്ഞു, ദാമോദരൻ ചേട്ടാ ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ, ഒരു സംശയമില്ല, ദൈവം തമ്പുരാൻ പ്രവർത്തിക്കും, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പുറത്തോട്ടിറങ്ങി വന്നപ്പോൾ ദാമോദരൻ ചേട്ടൻ എൻ്റെ പുറകിൽ ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പ്രാർത്ഥിക്കണം. എന്താ ദാമോദരൻ ചേട്ടാ പ്രാർത്ഥിക്കേണ്ടത്? ഒറ്റ കാര്യം, ഇവന്മാർ രണ്ടും ചത്തിട്ടെ ഞാൻ ചാകാവൂന്ന് അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ജന്മം കൊടുത്ത എൻ്റെ 2 മക്കള് ചത്തിട്ടേ ഞാൻ ചാകാവൂ എന്നൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താ ദാമോദരൻ ചേട്ടാ? അച്ഛാ ഞാൻ ചത്ത ഇവന്മാരെ കുളിപ്പിക്കാനും തുടപ്പിക്കാനും വേറെ ആരും ഇല്ല അച്ഛാ. ദാമോദരൻ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ദാമോദരൻ ചേട്ടാ ഫെബ്രുവരി മാസം, ഞങ്ങൾ 2022 ഫെബ്രുവരി മാസം വരുന്ന ബുധനാഴ്ച ഞങ്ങളുടെ പള്ളികളിൽ ഗോൽഗോത്ത നാട്ടും കുരിശ് നാട്ടും. അന്ന് വിശുദ്ധ കുർബാന 9 മണിക്ക് തീരും. 10 മണിക്ക് ദാമോദരൻ ചേട്ടൻ ഈ പഴയ വീട് പൊളിച്ച് മാറിക്കോ, ഇവിടെ ഞാൻ കുറ്റിയടിച്ചിരിക്കുമെന്ന് പറഞ്ഞു. 2022 നവംബർ മാസം ആന്റണിയുടെ കൈകൊണ്ട് ആദ്യത്തെ താക്കോൽ കൊടുത്തപ്പോൾ ദാമോദരൻ ചേട്ടന്റെ കണ്ണീന്ന് കണ്ണുനീര് വന്നു. ദാമോദരൻ ചേട്ടന്റെ ദൈവത്തോടുള്ള ബന്ധം അവിടെ തീരുന്നില്ല. ദാമോദരൻ ചേട്ടൻ എല്ലാ ഓണത്തിനും ക്രിസ്മസിനും ദാമോദരൻ ചേട്ടൻ മാത്രം 40 വീട് കൊടുത്തു. അതിൽ ദാമോദരൻ ചേട്ടൻ മാത്രം എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ വരും. ഈ പ്രാവശ്യവും ക്രിസ്മസിന് വന്നപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞു. എന്താണെന്നറിയാമോ? ദാമോദരൻ ചേട്ടൻ്റെ കയ്യിൽ ഇത്രയും ഒരു ചെറിയ കുപ്പിക്കകത്ത് ദാമോദരൻ ചേട്ടൻ്റെ പശുവിൻ്റെ പാല്, 2 ഒരു കെട്ട് പയറ്, 1 കെട്ട് ചീര, 3 ഒരു സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് എന്നെ കാണിച്ചപ്പം ആ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയാണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അനാട്ടമിക്ക് മെഡിക്കൽ കോളേജിന് തൻ്റെ ശരീരം വിട്ടുകൊടുത്തേക്കുക. ദാമോദരൻ ചേട്ടനോട് ഞാൻ ചോദിച്ചു, ഇതെന്തിനാ ഇത് കൊടുത്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എൻ്റെ അച്ഛാ എൻ്റെ പോലുള്ള ശരീരം കിട്ടിയെങ്കിൽ മാത്രമേ എൻ്റെ മക്കളെ പോലുള്ളവരെ ചികിത്സിക്കാൻ എൻ്റെ ഡോക്ടർമാർ പഠിക്കത്തുള്ളൂ അച്ഛാ. അതുകൊണ്ട് എൻ്റെ ശരീരം ഞാൻ അവർക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ തൊഴുത് കാണിച്ചു. ദാമോദരൻ ചേട്ടൻ, ഞാൻ ദാമോദരൻ ചേട്ടനെ തൊഴേണ്ടതെന്ന്.